ഹായ് ഫ്രണ്ട്സ്, അതിരുചികരമായ നല്ല മീൻ ബിരിയാണി വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഒന്ന് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. നമ്മളെ ചാനലിൽ ആദ്യമായിട്ടാണ് കുക്കിംഗ് വീഡിയോ ഇടുന്നത്. ആ മീൻ ബിരിയാണിക്ക് വേണ്ട സാധനങ്ങൾക്കാണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. 1.5 കിലോ അരിയുടെ ബിരിയാണിയാണ് വെക്കാൻ പോകുന്നത് നമ്മളിന്ന്. അതിന് 1.5 കിലോ മീനും മേടിച്ചിട്ടുണ്ട്. 1.5 കിലോ ബിരിയാണിക്ക് 1 കിലോ ഉള്ളിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. 1 കിലോ സവാള, 1 കിലോ തക്കാളി, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഈ കുക്കറിലാണ് നമ്മൾ ബിരിയാണിൻ്റെ നെയ്ച്ചോറരി ഉണ്ടാക്കുന്നത് കേട്ടോ. വെറും 1.5 കിലോ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്, നമ്മൾ അരിട്ടിട്ടാ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഇതാട്ടത്. ഈ മീൻ ബിരിയാണി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമുക്കൊരു അരമണിക്കൂർ മതി ഒരു മീൻ ബിരിയാണി ഉണ്ടാക്കാൻ. ശരിക്കും വെള്ളം തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് അരിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ എന്താ മീൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മീൻ ബിരിയാണി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മീൻ നല്ല ഫ്രഷ് മീനാണെന്ന് നോക്കണം ആദ്യം കേട്ടോ. എന്നാലും നമ്മൾ എങ്ങനെ മീൻ ബിരിയാണി വെച്ച് കഴിഞ്ഞാലും അത് നന്നാവുകയുള്ളൂ. പിന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, മീൻ കൊടുന്നതിന് ശേഷം ഒരു കഷ്ണമോ 2 കഷ്ണമോ ആദ്യം പൊരിച്ച് നോക്കുക എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ മീൻ ബിരിയാണി വെക്കാൻ തയ്യാറാവുക. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ മീൻ ബിരിയാണി ഉണ്ടാക്കിയാലും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അതുകൊണ്ട് മീൻ എന്തായിരിക്കണം, ഫ്രഷ് മീനായിരിക്കണം മീൻ ബിരിയാണി വെക്കുമ്പോൾ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഫ്രഷ് മീൻ കിട്ടിയാൽ മാത്രമേ മീൻ ബിരിയാണി വെക്കാൻ നിൽക്കാവൂ. നല്ല രൂപത്തിൽ പൊരിച്ചെടുക്കണം. ആദ്യം നമുക്ക് മീൻ ശരിക്കും പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം. നമ്മൾ കിട്ടിയിട്ട് നല്ല ഫ്രഷ് മീനാട്ടോ. പിന്നെ നമുക്ക് സാധാരണമാതിരി ഉള്ളി വാട്ടാം. ഉള്ളി നല്ലോണം വാടണം കേട്ടോ. ഉള്ളി നല്ല ഗോൾഡ് കളറ് വരെ വാടണം. പ്രത്യേകം ശ്രദ്ധിക്കാതെ നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ ഉള്ളി നല്ല വാടി വരണം. ഒരു 10 മിനിറ്റൊക്കെ എന്തായാലും ഉള്ളി വാടാൻ സമയം പിടിക്കും. നമ്മൾ മീൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഉള്ളി വാടുന്ന സമയമാണ് നമുക്ക് മെയിൻ സമയം. ഇതിൻ്റെ ഉള്ളി നല്ലോണം വാടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഇഞ്ചി പേസ്റ്റ്, മല്ലിച്ചപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട്. മുളക് ചതച്ചതിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത് ഇടാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അതിട്ടിട്ടുണ്ട്. വളരെ സിമ്പിളാട്ടെ മീൻ ബിരിയാണി ഉണ്ടാക്കൽ, വളരെ സിമ്പിളാണ്, വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഞാൻ വീണ്ടും പറയുകയാണ്, നല്ല ഫ്രഷ് മീൻ കിട്ടിയാൽ മാത്രമേ മീൻ ബിരിയാണി ഉണ്ടാക്കാൻ നിൽക്കാവൂ കേട്ടോ. ഇതിങ്ങനെ മല്ലിയും ഇലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കിട്ടപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ഇടണം കേട്ടോ. ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി കിട്ടും. ഉള്ളിയൊക്കെ പെട്ടെന്ന് വാടി കിട്ടും. ഉള്ളിട്ട പാടിനെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നമുക്ക് ഈ മസാല ഉണ്ടാക്കുമ്പോൾ തന്നെ അപ്പുറത്ത് നെയ്ച്ചോറും ഉണ്ടാക്കാം കേട്ടോ. അത് സെറ്റായിക്കോട്ടെ വരെ നമുക്ക് കുറച്ച് ടൈം കൂടെ അങ്ങനെ അടുപ്പത്ത് വെക്കാം. ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി നല്ലോണം മിക്സായിട്ട് വെന്തോട്ടെ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഒരു കാരണവശാലും അടി പിടിക്കാൻ പാടില്ല. നല്ലോണം ഇളക്കി കൊടുക്കുക. ചെറിയ തീ വെച്ചാൽ മതി കേട്ടോ. കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരാണ് ഇപ്പോൾ ഒഴിച്ചത് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒക്കെ നോക്കിക്കോളും. കുറേശ്ശെ മതി കേട്ടോ. നമ്മൾ 1.5 കിലോ ബിരിയാണി അരിയാണ് വെച്ചിട്ടുള്ളത്. 1.5 കിലോ മീനും എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ കുറേശ്ശെ മതി കേട്ടോ. മസാല ഒന്നും ഓവറാവാൻ പാടില്ല മീൻ ബിരിയാണിക്ക്. ഇത് ഗരം മസാല കേട്ടോ. ഗരം മസാല ഒക്കെ, മല്ലിപ്പൊടി ഓരോ ടീസ്പൂൺ മതി കേട്ടോ. കുരുമുളക് പൊടി കുറച്ച് ഇടാം കേട്ടോ. മസാല നന്നാവണം, അപ്പോഴേ നമുക്ക് ആ ബിരിയാണിയുടെ ടേസ്റ്റിന് വരുള്ളൂ. ആ മസാല നന്നാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നല്ലോണം വേവാനുള്ള സമയം കൊടുക്കണം. ലാസ്റ്റ് കുറച്ചും കൂടി ചപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പുതിന ചപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ലോണം വഴറ്റുകയാണ്. അടിക്ക് പിടിക്കാതെ നല്ലോണം ഇളക്കി കൊടുക്കണം.
മസാല നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അല്ലേ ഇത് മീനാണ് നല്ല ഫ്രഷ് മീനാണ്, നല്ല വൈറ്റ് കളർ ഉണ്ടല്ലേ. മീൻ ഫ്രഷ് ആണെങ്കിൽ നമുക്ക് എപ്പോഴും എങ്ങനെ ഇതേമാതിരി ഉള്ളിൽ വൈറ്റ് കളറായിരിക്കും കേട്ടോ. ഫ്രഷ് മീനാണെങ്കിൽ അതിൻ്റെ അടയാളാണിത്. ചില മീൻ ഒരു യെല്ലോ കളറൊക്കെ വരും, അത് ഒരിക്കലും ഫ്രഷ് മീനാവില്ല. ഫ്രഷ് മീൻ എപ്പോഴും നമ്മൾ പൊളിച്ച് കഴിഞ്ഞാൽ നല്ല വൈറ്റ് കളറിന് കിട്ടും പൊരിച്ച് കഴിഞ്ഞാൽ. ഇനി നമുക്ക് ആ മസാലൻ്റെ മേലെ ഈ മീനുകൾ ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. മീൻ വളരെ ശ്രദ്ധിക്കണം, ഇത് തീരെ പൊടിയാൻ പാടില്ല കേട്ടോ. മീൻ പൊരിച്ചെടുക്കുമ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. മെല്ലെ മെല്ലെ മീനാണ്, മീൻ കൈകാര്യം ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ ചിക്കനോ മട്ടൻ മാതിരിയൊന്നുമല്ല. ആ മീൻ വെച്ചതിന് ശേഷം നമുക്ക് ആ നെയ്ച്ചോറ് അവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് മെല്ലെ ഇങ്ങനെ ഇതിന് മേലിട്ട് കൊടുക്കട്ടോ. ആ മസാലേൻ്റെ മേലെ മീൻ വെച്ചു, മീനിൻ്റെ മേലെ നമ്മൾ നെയ്ച്ചോറയിൽ ഇങ്ങനെ വെക്കും കേട്ടോ. അതിലുള്ള ചോറ് ഫുള്ളായിട്ട് ഇതിൽ വെക്കണം കേട്ടോ. ഏകദേശം ഈ പാത്രം ഫുള്ളായിട്ട് ആ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മേലെ കുറച്ച് മല്ലിച്ചപ്പൊക്കെ വിതറിയിട്ടുണ്ട്. ഇതിന് ശരിക്കും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വെക്കാറുണ്ട്, പക്ഷേ അത് നമ്മൾ വെച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് വെച്ചുകൊണ്ട് ഒന്നും ടേസ്റ്റ് കിട്ടും. ഇത് നമുക്ക് വെറും അരമണിക്കൂറായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ശരിക്കും ബിരിയാണി ദമ്മായി. ഈ ചെറിയൊരു തീയിൽ ഒരു 10 മിനിറ്റ് ഇങ്ങനെ അവിടെ കിടക്കണം. ആ 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ പുറത്തെടുത്തിട്ടോ. പിന്നെ നമ്മൾ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. ഒക്കെ മിക്സാക്കി വെച്ചിട്ടാ, ബിരിയാണിയൊക്കെ മിക്സാക്കി വെച്ച് നമുക്കൊരു പ്ലേറ്റിലേക്ക് വിളമ്പേണ്ട ആവശ്യമുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് മിക്സാക്കുമ്പോൾ മീൻ ഉടയരുത്. മെല്ലെ മിക്സാക്കാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ ഈ അരിയും മസാലയും ചോറും മസാലയും കൂടി മിക്സാക്കുമ്പോൾ ഇത് മെല്ലെ മിക്സാക്കി വരണം. ആ മീൻ പ്രത്യേകം കാണിച്ചു തരാൻ കേട്ടോ നിങ്ങൾക്ക്. ഇപ്പം ഒരു അതിഥി ഉണ്ട്, അതിഥിക്ക് ഒരു കഷ്ണം മീൻ ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ. മീൻ ബിരിയാണി റെഡി ആയിട്ടോ. ഞാനൊരു പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ബിരിയാണി, വെറും അരമണിക്കൂർ ഉണ്ടാക്കിയ ബിരിയാണി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് തരാം കേട്ടോ. ഓക്കെ.